ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ കാവ് സ്പീക്സ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് വെറൈറ്റി ആയിട്ട് നമുക്ക് കുക്കിംഗ് വ്ലോഗ് ആയാലോ? ഇന്ന് ഒരാൾ നേരത്തെ വന്നിട്ട് ടിം ഹോട്ടൻസ് നിന്ന് ബ്ലൂബെറി മഫിൻ വാങ്ങിക്കാതെ ബ്ലൂബെറി വാങ്ങിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം കേട്ടോ ബ്ലൂബെറി മഫിൻ. അപ്പോൾ ഇന്ന് നമുക്കൊരു ബ്ലൂബെറി മഫിൻ ഉണ്ടാക്കിയാലോ? ഇവിടെ ആക്ച്വലി മഫിന്റെ ട്രേ ഇരിക്കില്ല, അപ്പം അതുകൊണ്ട് ഞാൻ ഇത് ലോഫ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ലോഫ് ട്രേ ഇത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. അപ്പം എന്തായാലും തുടങ്ങാം. അപ്പൊ ഞാനിവിടെ എല്ലാ സാധനങ്ങളും നിരത്തി വെച്ചിട്ടുണ്ട്. അവിടെ ഇത്ര സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് മാറിയത്, ഡൈനിങ് ടേബിളിലോട്ട്. വേണ്ട സാധനങ്ങൾ ഞാൻ ആദ്യം പറയാം. ഇത് നമ്മുടെ ഫ്ലവർ വേണം. ഫ്ലവർ ഓൾ പർപ്പസ് ഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത്. അതെടുക്കുക. പിന്നെ അതൊരു 1.25 കപ്പാണ് എടുക്കുന്നത് ഞാൻ. പിന്നെ എല്ലാത്തിൻ്റെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, അതാണ് എളുപ്പം. പിന്നെ കുറച്ച് പഞ്ചസാര എടുക്കണം. പിന്നെ ബ്ലൂബെറി അത് നല്ലോണം ക്ലീൻ ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്തതാണ് കേട്ടോ. പിന്നെ ബേക്കിംഗ് പൗഡർ, വനീല എസൻസ് വേണം. പിന്നെ കുറച്ച് ഉപ്പ് വേണം, കുറച്ച്. പിന്നെ ഇത് നമ്മുടെ വൈറ്റ് വിനേഗർ ആണ്, അത് വേണം. പിന്നെ കുറച്ച് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ, ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ എടുത്തിരിക്കണേ, അത് എടുക്കുക. പിന്നെ പ്യാല് വേണം, മുട്ട വേണം, ഒരു മുട്ട കേട്ടോ ഇത്. പിന്നെ ഇത് ഞാൻ മെഷറിംഗ് കപ്പ് എടുത്തിരിക്കുക, അതാവുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമാണല്ലോ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 1/2 കപ്പ് മിൽക്ക് എടുക്കാം കേട്ടോ നമുക്ക്. ഈ 1/2 കപ്പ് മിൽക്കിലോട്ട് നമുക്ക് ഈ ഒരു വൈറ്റ് വിനേഗർ ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഈ മിൽക്ക് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ഒരു ഓൾ പർപ്പസ് ഫ്ലവർ ഇല്ലേ, അത് നമുക്ക് അരിച്ചിട്ട് ഇതിലോട്ട് ഇടണം കേട്ടോ. ഞാനൊരു അരിപ്പ സാധനം വെച്ചിട്ടുണ്ട്, ഇട്ട് കൊടുക്കാം. കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ അത് കഴിഞ്ഞാൽ വൃത്തിയാക്കേണ്ടി വരും മൊത്തം കൂടി. ഇത് അരിച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ബേക്കിംഗ് പൗഡർ വേണം കേട്ടോ. 2 ചെറിയ സ്പൂണാണ് വേണ്ടത്. ഞാൻ വിചാരിച്ച് പൊട്ടിച്ചിട്ടില്ലെന്ന്, ഇത്ര പുതിയതാണോ എന്നൊക്കെ വിചാരിച്ചു. 2 സ്പൂൺ. ഇനി ഉപ്പ്. ഇനി അങ്ങോട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിന്റെ നടുക്കൊരു കുഴി ഉണ്ടാക്കണം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഈ ബ്ലൂബെറി ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം ഇപ്പം ആഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ പാല് ഒഴിച്ചിട്ട് ഇതാക്കുമ്പോൾ ഇത് ഒരു കുറച്ച് ബ്ലൂബെറി മൊത്തം അതിന്റെ ഇഷ്ടത്തിന് അവിടെ പോയി നിൽക്കും. അപ്പൊ നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഇത് തമ്മിലൊന്ന് മിക്സ് ചെയ്യാം. വാങ്ങിച്ച ബ്ലൂബെറിയിൽ പകുതി ചീഞ്ഞത് കൊണ്ട് ബാക്കി വന്ന ബ്ലൂബെറി ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൽ നമ്മുടെ പാലും വിനേഗറും ചേർത്ത് മിക്സ് അങ്ങോട്ട് ആഡ് ചെയ്യാം. അപ്പം അതിലേക്ക് നമ്മൾക്ക് പിന്നെ ഒരു 6 ലാർജ് സ്പൂണിലുള്ള ഓയിൽ ആഡ് ചെയ്യണം. കൊടുക്കാൻ പറ്റുന്നില്ല, ഇത്രയും വേണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ വലിയ ബോട്ടിലായിട്ട് തന്നെ വന്നത്. ഇനി നമുക്ക് മുട്ട പൊട്ടിച്ചിട്ട് നന്നായിട്ട് അടിക്കുക, എന്നിട്ട് വേണം ഒഴിക്കാൻ. ഞാൻ ഇതിൽ അടിച്ചിട്ട് ഒഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരു 2 സ്പൂണ് ഈ വാനില എക്സ്ട്രാക്റ്റ് ഇല്ലേ, നമ്മുടെ ഈ വനീല ഇട്ട് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ വലിയ പാത്രം വേണമായിരുന്നു. ഇത് മിക്സ് ചെയ്യാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ ഇങ്ങനെ മിക്സായി വന്നിട്ടുണ്ട്. ആവശ്യത്തിന് മധുരം കേട്ടോ. പിന്നെ ബാക്കി ബ്ലൂബെറി പൊട്ടുമ്പോൾ അതിനുള്ളതും വരുമായിരിക്കും. ഇനി നമുക്കിത്, എനിക്ക് മഫിൻ്റെ ട്രേ ഇല്ല, അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഈ ഒരു ലോഫ് ടിന്നിലോട്ട് മാറ്റാം. അപ്പം ആദ്യം ഇതിനൊന്ന് ഓയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഇത് പോരില്ല. പിന്നെ വാക്സ് പേപ്പർ എന്തെങ്കിലും വെക്കേണ്ടി വരും. അതെൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് വെക്കുന്നില്ല. ഞാൻ അതല്ലാതെ ഉണ്ടാക്കുമ്പോഴും കുഴപ്പമുണ്ടാവാറില്ല. എല്ലാം ഒരു പ്രതീക്ഷയാണല്ലോ. ഇതെല്ലാം സെറ്റാക്കി കഴിഞ്ഞാൽ ഞാൻ സാധാരണ ചെയ്യണമെന്ന് വെച്ചാൽ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കും. എന്നിട്ട് ആ ഒരു സമയം ഇതിനങ്ങ് വെറുതെ വിടും. ഒരു 10 മിനിറ്റ് ഇതിനങ്ങ് വെറുതെ വിടുക, എല്ലാം ഒന്ന് സെറ്റ് ആവട്ടെ. പ്രീ ഹീറ്റ് ആവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. 10 മിനിറ്റ് നമുക്ക് വെറുതെ ഇരിക്കാം. അപ്പോൾ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട് ഓവൻ. 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാനും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി, അല്ലെങ്കിൽ പിന്നെ ഇത് കഴിഞ്ഞ് ക്ലീൻ ആക്കണം.
എല്ലാ പാത്രങ്ങളും ഓൾറെഡി ക്ലീൻ ആക്കി വെച്ചു. ഇനി ഇത് നമുക്ക് ഇതിലോട്ട് മാറ്റാം. ഇത് വേഗത്തിന് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതിനൊന്ന് തട്ടി കൊടുക്കണം. ആദ്യം ഇതിനൊന്ന് ഒരേ ലെവലാക്കട്ടെ. എയർ ബബിളൊക്കെ പോയിട്ടോ എന്ന് വിശ്വസിക്കാം. ഇനി ഇതിൻ്റെ പുറത്തൊരു ക്രഞ്ചിനെസ് നമുക്ക് വേണ്ടേ? ഇതിൻ്റെ പുറത്ത് ആ ക്രഞ്ചിനെസ് വേണ്ടേ? അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഷുഗർ ഇങ്ങനെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പം ഇത് വെക്കാട്ടോ. ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം. ഇപ്പൊ ഞാൻ 350 ഡിഗ്രി ഫാരൻഹീറ്റിലാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ വെച്ചിട്ടൊരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി ആയിട്ടുണ്ടോ നോക്കാം. കണ്ടിട്ടായിട്ടുണ്ട്. കുത്തി നോക്കാം നമുക്ക്. ഇതിലൊന്നും ഇല്ല, ഇത് വെന്തിട്ടുണ്ടെന്ന് അർത്ഥം. ഇത് നമുക്ക് എന്നാ തിരിച്ചാലോ? ഇതിൽ വാക്സ് പേപ്പർ ഇടാത്തോണ്ട് ഈ ബ്ലൂബെറി താഴെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മറക്കണതിന് പകരം ഇതാദ്യം ഇങ്ങനെ വെച്ച് സേഫ്റ്റിക്ക് ഇങ്ങനെ തിരിക്കുകയാണ്. ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ബ്ലൂബെറിയുടെ ഇത് കാരണം താഴെ കുറച്ച് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. വാക്സ് പേപ്പർ യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. എന്തായാലും നമുക്കിതെടുത്ത് കഴിക്കാം, കുഴപ്പമില്ല. പക്ഷെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നോക്ക് എന്ത് സോഫ്റ്റാ നോക്കിയേ. തൊടുമ്പത്തേനും പഞ്ഞി പോലെ ഇല്ലേ? കണ്ടോ, പഞ്ഞി പോലെ ഇരിക്കുന്നത്. ഇതിപ്പോ ഇച്ചിരി ചൂടുണ്ട് കേട്ടോ. ഇതിന്നൊരു പീസ് നമുക്ക് മുറിച്ചാലോ? താഴെ ഞാൻ ആ പഞ്ചസാര ഇട്ടുകൊണ്ട് ക്രിസ്പിയാ, അതുകൊണ്ട് മുറിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഞാനൊരു പ്ലേറ്റ് കൊണ്ടുവന്നുണ്ട്, ഇതിലോട്ട് മാറ്റാം. ഇതാണ് കേട്ടോ ഉള്ളില്. കണ്ടോ, നല്ല സോഫ്റ്റ് അല്ലേ? പിന്നെ കണ്ടോ, പുറത്ത് ഞാൻ ആ ഷുഗർ ഇട്ടോണ്ട് ഉള്ളില് സോഫ്റ്റും പുറത്ത് നല്ല ക്രഞ്ചിയാണ് കേട്ടോ. ടിം ഹോട്ടൻസിൽ സാധാരണ മഫിൻ കിട്ടുമ്പോൾ അങ്ങനെ ഉള്ളിൽ ഭയങ്കര സോഫ്റ്റും പുറത്ത് ഇച്ചിരി ക്രഞ്ചി ആയിരിക്കും. ആ രീതിയിൽ ഉണ്ടാക്കിയ. അപ്പൊ എന്തായാലും ഇത് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ ടേസ്റ്റും കൂടെ നോക്കിക്കഴിഞ്ഞാൽ, എൻ്റെ ടെസ്റ്റർ ഇവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഇനി ഞാൻ തന്നെ കഴിച്ചു നോക്കാം. ഞാൻ മുറിക്കുന്നുണ്ട്, കണ്ടോ, മുറിക്കുമ്പോൾ ബ്ലൂബെറി വരുന്നത്. ഇച്ചിരി ചൂടുണ്ടേ, പക്ഷെ ക്ഷമയില്ല. അപ്പൊ ഇപ്പൊ തന്നെ കഴിക്കണം. ടിം ഹോട്ടൻസിന്റെ ടേസ്റ്റ് തന്നെയാ കേട്ടോ. അതിനേക്കാൾ ഇച്ചിരി മധുരം കുറവാണ്, കാരണം ഇപ്പൊ തന്നെ ഓൾറെഡി നമ്മൾ ആവശ്യത്തിന് മധുരം ഇട്ടിട്ടുണ്ട്. പിന്നെ ബ്ലൂബെറിയുടെ മധുരം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ഇത് സക്സസ്ഫുൾ ആയ സ്ഥിതിക്ക് ആർക്കെങ്കിലും ഉണ്ടാക്കി നോക്കണമെങ്കിൽ, മഫിനായിട്ട് ഉണ്ടാക്കണവർക്ക് മഫിൻ ട്രേയിൽ ഇത് ജസ്റ്റ് ആ മറ്റേ കപ്പ് കേക്കിന്റെ ഇതിൽ ആഡ് ചെയ്താൽ മതി. പിന്നെ എനിക്ക് അതിന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിന് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കൂടെ വരുന്നതായിരിക്കും. അപ്പോൾ ശരി, ബൈ.